പക്ഷെ അവരെ കൊണ്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു നമ്മൾ. ഈ സൈഡ് മുള്ളെങ്കിലും കട്ട് ചെയ്ത് വാങ്ങിക്കാനുള്ളായിരുന്നു. ഇതിനിപ്പോൾ പാടി തന്നെ. അവിടെ ഇരിക്കണത് ഇനി ഇതൊക്കെ വലിയ മീൻ മാച്ച അവരെ കൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. ഞാൻ അതാണ് നല്ല പച്ച മീനായിട്ടാണ് അത് തൊഴിൽ വരണം കേട്ടെ. അല്ലെങ്കിൽ ചതയോടുകൂടി വന്നെ. നല്ല മീൻ തന്നെ. നല്ല മീൻ. നമുക്ക് ഒത്തിട്ടൊറ്റ കറിയാക്കി വയ്ക്കുക. പൊരിക്കാൻ അരപ്പ് ചവിട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നെയ്യുള്ള തന്നെ. അത് വലിയ മീനല്ലേ നെയ്യുള്ള. കിടക്കണമെങ്കിൽ ഇവിടെ തന്നെ കിടക്കണം. ചുമ്മാണ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ ഐസിൽ വെച്ച് വെച്ച്. ഇതൊക്കെ എന്നൊക്കെ എത്തിരി പോലെ ഐസിട്ട് പറഞ്ഞ മീനുണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. തൊലി വിരിച്ചിട്ട് പോലും എൻ്റെ ചത പറഞ്ഞില്ല. നല്ലതായിട്ടിരിക്കണം. എനിക്ക് മസാല ദോശ നിന്നുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കൊന്നും വേണ്ട. വേറെ വിട്ടു. കെട്ടതല്ലെന്ന് എനിക്കറിയായിരുന്നു. എന്നുവെച്ചാൽ കണ്ണ് കാണാൻ പറയും. ഞാൻ ചെവള പൊക്കി നോക്കി. രണ്ടൊന്നും അല്ലത് ഉള്ളോണ്ട് മീനുള്ളോണ്ടാണ്. തല അങ്ങനെ കിട്ടാത് രണ്ടായിട്ട് പൊളന്ന കഴുകിയിട്ട് വേണം പൊളക്കാൻ. എന്നുവെച്ചാൽ പൊളന്നിട്ട് പിന്നെ കഴുകണ്ട. ഇങ്ങനെ അമ്മമാരെ കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് വന്നാൽ അറിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ കറിയായിരുന്നു. അമ്മരെ തൊലിയൊന്നും ഇളക്കി തരൂല അല്ലേ ഏട്ടാ? അല്ലേട്ടാ തൊലിയൊന്നും പിരിച്ച് തരൂലല്ലേ അവർ? നാലായിട്ട് കട്ട് ചെയ്യാൻ മതി. അതിനെക്കാട്ടി മെനക്കേട് ഇതാണ് നല്ലത്. അത് വെട്ടിപ്പിടി. അതിപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്യാം. അതിൻ്റെ പരുവ് കഴിക്കാൻ നല്ല മുട്ട പരു.